അല്പസമയത്തിനകം തന്നെ അൻവർ മാധ്യമങ്ങളെ കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഷബീർ ഉമർ അവിടെയുണ്ട്. ഷബീറിലേക്ക്. ഷബീർ, വാർത്താ സമ്മേളനം വൈകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടിയും എന്താണ് അൻവറിൻ്റെ പ്ലാൻ? എന്തായിരിക്കും പറയാൻ പോവുക? ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുമോ? എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്? സൈഫുദ്ദീൻ, സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി ബാക്കിയുണ്ട്. പ്രധാനമായും ദേശീയ നേതൃത്വവുമായി ചില ചർച്ചകൾ ബാക്കിയുണ്ട്. അതിന്റെ ഭാഗമായി ഫോണിലൂടെ അദ്ദേഹം നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഔദ്യോഗികമായി തന്നെ PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനുള്ള സാധ്യത. പക്ഷേ ഈ ദേശീയ നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന രീതി കൂടി ഉണ്ട് എന്നുകൂടി TMC നേതാക്കൾ പറയുന്നു. ആ നിലയ്ക്ക് ആ പ്രഖ്യാപനം വേണമോ അതോ PV അൻവർ തന്നെ സ്വയം പ്രഖ്യാപിക്കണമോ എന്നതടക്കമുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അല്പം മുമ്പ് PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് PV അൻവറിന് പിന്തുണ നൽകി ഏതാനും TMC പ്രവർത്തകർ PV അൻവറിന്റെ ഒതായിലെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഒതായിലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു മത്സരിക്കാനുള്ള ഒരു മൂഡിലേക്ക്, ആ നിലയിലേക്ക് ഒരു പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്ന സൂചനകൾ PV അൻവർ ക്യാമ്പ് നൽകുന്നു. ആ നിലയ്ക്കുള്ള ചില സന്ദേശങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ TMC ക്യാമ്പ് ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ PV അൻവറിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇന്നുണ്ടാകില്ല, പക്ഷേ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ ആ നിലയ്ക്ക് വലിയ തരത്തിലൊരു പ്രചാരണ തരംഗം സൃഷ്ടിക്കാനാണ് PV അൻവറും ഒപ്പം TMC പ്രവർത്തകരും നേതാക്കളും കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഒടുവിൽ PV അൻവർ മത്സരിക്കുമെന്ന കാര്യം നമ്മൾ ഇന്ന് രാവിലെ തന്നെ വാർത്ത നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചു. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണ്, അവരുടെ സ്വന്തം ചിഹ്നത്തിലാണ്, പൂവും ചെടിയും ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന സാധ്യത കൂടി PV അൻവർ അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ സമയം 11 മണിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സമയം 11 മണി കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. ഒപ്പം തന്നെയാണ് 9 മണിക്ക്, ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി ബാക്കിയുണ്ട് എന്നാണ് PV അൻവർ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് 11 മണിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം തുടങ്ങിയിട്ടില്ല. അപ്പോൾ പ്രഖ്യാപനത്തിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും തൃണമൂൽ നേതാക്കൾ പറയുന്നു. അതിൽ തന്നെ തൃണമൂലിന്റെ ചിഹ്നം PV അൻവറിനെ മത്സരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള കത്തുമായാണ് തൃണമൂൽ നേതാക്കൾ, ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നതെന്നും തൃണമൂൽ നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വരും. ഇതിനിടെയാണ് കോൺഗ്രസ് ഇപ്പോഴും അന്യ ചർച്ചകൾ നടത്തുന്നു എന്ന സൂചനകൾ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലക്കായിരുന്നു വന്നത്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കമ്മ്യൂണിക്കേറ്റത്? ഇതുവരെ അത് ദുരൂഹമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും പുറത്ത് തെളിച്ചു പറഞ്ഞിട്ടില്ല. നേതൃത്വം അദ്ദേഹം വ്യക്തിപരമായി സന്ദർശിച്ചതാണ് എന്ന് പറയുമ്പോഴും അൻവറിന് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? VD സതീഷിന്റെയോ നേതൃത്വത്തിൻ്റെയോ എന്തെങ്കിലും ദൂതുമായിട്ടാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാത്രിയിൽ പോയിട്ടുണ്ടാവുക എന്നുള്ള സംശയങ്ങളൊക്കെ ഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ രാഹുലിന്റെ കാര്യത്തിലുള്ള അൻവറിന്റെ പ്രതികരണത്തിന് എത്ര കണ്ട് പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാകും? ഷബീർ, സൈഫുദ്ദീൻ, തീർച്ചയായും അക്കാര്യത്തിലുള്ള പ്രതികരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് വ്യക്തിപരമായ സന്ദർശനമാണ്, നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരമല്ല, നിർദ്ദേശപ്രകാരമല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ VD സതീശനും, പ്രതിപക്ഷ VD സതീശനും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, താരതമ്യേന ജൂനിയറായ ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് തെറ്റാണെന്ന് VD സതീശൻ പറയുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സ്വന്തം നിലയ്ക്ക് PV അൻവറിനെന്ന് കാണാൻ, പ്രത്യേകിച്ച് ഇത്തരം ഒരു കലുഷിത സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് രാത്രിയിൽ PV അൻവറിന്റെ വീട്ടിലെത്തി കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിശദീകരിച്ചത് അതാണെങ്കിലും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് PV അൻവറിനെ കണ്ട് ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചതായാണ് വിവരം. അതല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. CPM-നെതിരെയാണ് താങ്കൾ പറയുന്നത്, CPM സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് PV അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM-നെ തോൽപ്പിക്കാൻ, LDF-നെ തോൽപ്പിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കരുതെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതായാണ് വിവരം. അതിന് കൃത്യമായ മറുപടി PV അൻവർ നൽകിയതായും മനസ്സിലാക്കുന്നു.
TMC നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് മത്സരിക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് വഞ്ചനാത്മകമായ സമീപനമാണ്, തങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ആ നിലയ്ക്ക് ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് PV അൻവർ മറുപടി നൽകിയതാണ് അനൗദ്യോഗികമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടത് PV അൻവറാണ്. അതിൽ വിശദീകരണം വ്യക്തത വരുത്തേണ്ടത് PV അൻവറാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത PV അൻവർ നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോഴും അതിന് പ്രാധാന്യം അർഹിക്കുന്നു. സൈഫുദ്ദീൻ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രാധാന്യം അതുമായി ബന്ധപ്പെട്ട PV അൻവറിന്റെ പ്രതികരണത്തിന് ഉണ്ട്. കാരണം VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ PV അൻവർ ഇക്കാര്യത്തിൽ എന്തു പറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ശരി ഷബീർ, എന്തായാലും പല നിലക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രതികരണമാണ് അൻവറിൻ്റെതായി വരാനിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.